നിക്ക് ഒറ്റ സെക്കൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഭൂമിക്ക് പട്ടയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 9 രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മുടെ വസ്തുവിന് പട്ടയം ലഭിക്കുവാനായി സമീപിക്കേണ്ടത് ലാൻഡ് ട്രിബ്യൂണലിനെയാണ്. നമ്മുടെ വസ്തു ഏത് ലാൻഡ് ട്രിബ്യൂണലിന്റെ കീഴിലാണോ വരുന്നത് അവിടെയാണ് പട്ടയത്തിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ലാൻഡ് ട്രിബ്യൂണലിൽ പട്ടയത്തിന്റെ അപേക്ഷയുമായി ചെല്ലുമ്പോൾ നിർബന്ധമായും അവർ ചോദിക്കുന്ന 9 രേഖകളുണ്ട്. അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. 1. ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി. 2. നികുതി രസീത് ഫോട്ടോ കോപ്പി. 3. കൈവശാവകാശ സർട്ടിഫിക്കറ്റ്. 4. ലൊക്കേഷൻ സ്കെച്ച്. 5. അടങ്കൽ സർട്ടിഫിക്കറ്റ്. അതായത് നിങ്ങളുടെ വസ്തു നിലമാണോ പുരയിടമാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് അടങ്കൽ സർട്ടിഫിക്കറ്റ്. ഇത് നമുക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുമാണ് ലഭിക്കുന്നത്. 6. സർവേ സ്കെച്ച്. 7. സാക്ഷ്യപത്രം. 8. മഹസർ. അതായത് വില്ലേജ് ഓഫീസർ നമ്മുടെ വസ്തുവിൽ നേരിട്ട് വന്ന് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വില്ലേജ് ഓഫീസർ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തരികയുള്ളൂ. 9. സുവോമോട്ടോ റിപ്പോർട്ട്. സുവോമോട്ടോ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കക്ഷിയിൽ നിന്നുമുള്ള ഔപചാരികമായ പ്രേരണയോ അഭ്യർത്ഥനയോ കൂടാതെ ഒരു കോടതിയോ നിയമപരമായ അധികാരമോ സ്വന്തം മുൻകൈയിലെടുക്കുന്ന നിയമ നടപടിയാണ് സുവോമോട്ടോ റിപ്പോർട്ട്. അപ്പോൾ ഈ പറഞ്ഞ 9 രേഖകൾ കൊണ്ടുപോയാൽ മാത്രമേ പട്ടയത്തിനുള്ള പ്രോസസ് അവർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ലൈൻസ്.